നമുക്ക് ഞായറാഴ്ച അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് അങ്ങ് എടുത്തോളൂ. A statement in writing by the court issuing the proclamation to be effected that the proclamation was duly published a specified day in manner specified in the clause 1 of section 2 shall be conclusive evidence that the requirement of such a section have been complied with and that the proclamation was published on such a day. എന്താ പറഞ്ഞേ? ആ ഇന്ന ദിവസം തന്നെ സാധാരണ ഇപ്പൊ ഒരു പ്രൊക്ലമേഷൻ കൊടുക്കുന്നു. ഇപ്പൊ ഞായറാഴ്ച ആകുമ്പോഴേക്കും എല്ലാവരും വീട്ടിലിരിക്കും പത്രത്തിൽ. അപ്പൊ എല്ലാവരും പത്രം വായിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ വിവാഹ പരസ്യം ഏറ്റവും കൂടുതൽ വരുന്നത് കൊണ്ട് കെട്ടിക്കാനുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഉള്ളവരൊക്കെ നോക്കാറുണ്ട്. രണ്ടാമത് ബുധനാഴ്ച ആകുമ്പോഴേക്കും എന്താണ് ജോലി കിട്ടുന്ന പരസ്യം വരുന്നത് കൊണ്ട് ബുധനാഴ്ച എല്ലാവരും പത്രം വായിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്ന് കൊടുക്കാം. അങ്ങനെ കോടതിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പബ്ലിക്കേഷൻ കൊടുക്കുന്നതിനോ അതുവഴി നടപ്പാക്കുന്നതിനോ കോടതിക്ക് അധികാരമുണ്ട്. മനസ്സിലായോ? Where a proclamation published under subsection 1 in respect of a person accused of an offence which is made published with the imprisonment for of 10 years or more or imprisonment for life, death under the Bharatiya Nyaya Sanhita 2023 under any law for the time being in force, such a person failed to appear in specific place and time required by proclamation, the court may, after making such inquiry, it think fit the procedure in him, offender make a declaration that of. അപ്പോ അവൻ ഒരു പ്രൊക്ലൈമഡ് ഒഫൻഡർ ആണ് എന്ന് അവൻ ഈ പബ്ലിക്കേഷൻ കൊടുത്ത് 3 ദിവസം കൊണ്ടും വന്നില്ലെങ്കിൽ അവനെ പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിക്കാം. നോക്കിക്കോ. വേറെ പ്രൊക്ലമേഷൻ പബ്ലിഷ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ 1 പ്രകാരം ഒരു പ്രൊക്ലമേഷൻ കിട്ടു. എന്താണ്? 3 ദിവസത്തിനകം ഇവൻ ഹാജരാകണമെന്ന്. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് വിച്ച് ഈസ് മെയ്ഡ് പബ്ലിഷ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ 10 years. അവൻ ആ കുറ്റത്തിൽ അവനെ ശിക്ഷിച്ചാൽ അവന് 10 വർഷം അകത്ത് കിടക്കും. അവനെതിരെയാണ് പ്രൊക്ലമേഷൻ കൊടുത്തത്. അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ അകത്ത് കിടക്കും. ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അല്ലെങ്കിൽ അവന്റെ പണിഷ്മെന്റ് ജീവപര്യന്തമാണ്. അല്ലെങ്കിൽ ഡെത്ത് പെനാലിറ്റി ആണ് കിട്ടുന്നത്. ഏതൊക്കെ സാഹചര്യത്തിൽ? 10 വർഷമോ അതിൽ കൂടുതലോ, ജീവപര്യന്തമോ, ഡെത്ത് സെന്റൻസോ കിട്ടേണ്ടവനും എതിരെയാണ് പ്രൊക്ലമേഷൻ നടത്തിയെങ്കിൽ, or under any other law for the time being in force, such a person failed to appear in specific place and time by the proclamation, the court may, after making such inquiry to think fit, pronounce him a proclaimed offender. അവനെ പിടികിള്ള പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. എന്താണ്? ഇതൊന്നും കാണാൻ പഠിക്കണ്ട. 3 ദിവസമാണ് സാധാരണ പ്രൊക്ലമേഷൻ. 3 ദിവസം അവൻ ഹാജരായില്ല. അവൻ ഹാജരായില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കുകയാണെങ്കിൽ 10 വർഷമോ അതിൽ കൂടുതലോ, ജീവപര്യന്തമോ, വധശിക്ഷയോ കിട്ടാവുന്ന കുറ്റമാണെങ്കിൽ 4-ാം ദിവസം മുതൽ അവൻ ആരാണ്? പിടികിട്ട പുള്ളിയാണ്. ഓക്കെ. അടുത്തത്. The provisions of section 2 and 3 shall apply declaration made by the court under subsection 4 as apply to the proclamation published under the subsection. അതിനകത്തൊന്നുമില്ല കേട്ടോ.